2025 ഡിസംബർ 8-നായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൻ്റെ വിധി വന്നത്. വിധി 6 പേർ മാത്രമായിരുന്നു കുറ്റക്കാർ. 8-ാം പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനായി കോടതി വെറുതെ വിട്ടയച്ചു. അന്നേ ദിവസം ആലുവയിൽ ദിലീപിൻ്റെ പത്മസരോവരം വീടിൻ്റെ മുകൾ ഭാഗങ്ങളിലായി ഡ്രോൺ ഉപയോഗിച്ച് ചാനലുകളുടെ നുഴഞ്ഞുകയറ്റത്തിനെതിരെ ദിലീപിൻ്റെ സഹോദരി ജയലക്ഷ്മി പോലീസിൽ പരാതിപ്പെട്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം ദിലീപ് രാവിലെ കോടതിയിൽ പോകാനിറങ്ങിയ രംഗങ്ങൾ മുതൽ ഡ്രോൺ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തി ചാനലുകളിൽ പിന്നെയും കാണിച്ചുകൊണ്ടിരുന്നു എന്നതാണ് പരാതി. റിപ്പോർട്ടർ ചാനലിനും ഏഷ്യാനെറ്റിനുമെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ സുരക്ഷിതയില്ലാത്ത രീതിയിലാണ് ഡ്രോൺ ഉപയോഗിച്ച് അവർ ദിലീപ് കോടതിയിൽ പോകുന്നതും തിരിച്ചു വരുന്ന രംഗങ്ങളുമെല്ലാം തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. വീട്ടിലുള്ളവരുടെ അനുവാദം മുൻകൂട്ടി വാങ്ങിയിരുന്നില്ല ചാനലുകാർ. എന്നിട്ട് പോലും ദൃശ്യങ്ങൾ പകർത്തുകയും അത് ചാനലുകളിൽ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തു എന്നതാണ് പരാതി. ദിലീപ് കോടതിയിലേക്ക് പോകുന്ന രംഗം മുതൽ കോടതിയിൽ നിന്ന് തിരിച്ചു വരുന്നതും കാവ്യമാധവനും ദിലീപിൻ്റെ മകൾ മാമാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മിയുടെയും അതുപോലെ തന്നെ ദിലീപിൻ്റെ സഹോദരിമാരുടെ മക്കളുടെയൊക്കെ അവർ കണ്ടുമുട്ടുന്ന എല്ലാ രംഗങ്ങളും അവരുടെ വീട്ടിനകത്തുള്ള സ്വകാര്യതകൾ പകർത്തിയെടുത്തിരിക്കുകയാണ് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഡ്രോൺ ഉപയോഗിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്തിലാണ് ഇവർ നുഴഞ്ഞു കയറിയതെന്നും ഡ്രോൺ ഉപയോഗിച്ച് അതിക്രമിച്ച് കയറി രംഗങ്ങൾ ചിത്രീകരിക്കുകയും അത് ചാനലുകളിൽ കൂടെ ആളുകളിൽ എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ക്രിമിനൽ കുറ്റം തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നാണ് ദിലീപിൻ്റെ സഹോദരി ആരോപിച്ചിരിക്കുന്നത് എന്ന് റിപ്പോർട്ടർ ചാനലിനും ഏഷ്യാനെറ്റിനുമെതിരെയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. ആലുവ സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ഡ്രോണും ചിത്രങ്ങൾ പകർത്തിയെടുത്ത ഡ്രോണുകളും അതുപോലെ മെമ്മറി കാർഡും എല്ലാം തന്നെ പിടിച്ചെടുക്കണമെന്നാണ് ദിലീപിൻ്റെ സഹോദരി ജയലക്ഷ്മി പരാതിയിൽ പറയുന്നത് തന്നെ. എന്തുതന്നെയായാലും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി എന്നതാണ് പരാതിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെ. അനുമതിയില്ലാതെ മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ടില്ല. വീട്ടിലുള്ള ആരുടെയും അനുവാദമോ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങിക്കാതെയാണ് മുൻകൂട്ടിയുള്ള അനുവാദമോ അറിവോ ഇല്ലാതെയാണ് ഇവർ ഡ്രോൺ ഉപയോഗിച്ച് അവരുടെ സ്വകാര്യതകൾ പകർത്തിയെടുത്തിരിക്കുന്നത്. കോടതിയിൽ പോകുന്നത് മുതൽ കോടതിയിൽ നിന്ന് തിരിച്ചു വരുന്നവരെയുള്ള രംഗങ്ങളാണ് പകർത്തിയിരിക്കുന്നത്. എന്തുതന്നെയായാലും ഇതിനെതിരെ നിയമ നടപടി വേണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യവും. നിയമ നടപടി സ്വീകരിക്കണമെന്നും രംഗങ്ങൾ ചിത്രീകരിച്ചതിനും അനുവാദമില്ലാതെ വീട്ടിൽ കയറി രംഗങ്ങൾ ചിത്രീകരിച്ചതിനും ചിത്രങ്ങൾ ചിത്രീകരിച്ചതെല്ലാം തന്നെ ചാനലുകളിൽ കാണിച്ചതിനും എല്ലാത്തിനും എതിരെയായിട്ടാണ് അതിനെതിരെ നിയമ നടപടി വേണമെന്ന് അവരുടെ ആവശ്യവും